ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് സ്പെഷ്യൽ പുട്ടൊന്നുമല്ല, ഇത് സാധാരണ നമ്മുടെ അരിപ്പുട്ട് തന്നെ. പക്ഷേ ഇതുണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് അരി കഴുകി കുതിർത്ത് പൊടിച്ച് വറുത്തിട്ടൊക്കെയല്ലേ. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. അരി കഴുകി നേരെ പുട്ടുകുറ്റിയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാനിതൊരു 3-4 തവണ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയെല്ലാം ഞാൻ പുട്ടുകുറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. ഞാൻ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ആവി കയറ്റിയാൽ മതി കേട്ടോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊരു പുട്ടിൻ്റെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല നമ്മുടെ പുട്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കണം. ഇത് തണുക്കാതെ തന്നെ ഈ ചൂടോടുകൂടി തന്നെ പൊടിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ തണുത്തിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കിയതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. അങ്ങനെ നമ്മുടെ അരിയൊക്കെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയില്ലേ, തരി തരിയായിട്ടുള്ള അത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പൊടി ഒന്ന് നനയ്ക്കുന്നതിന് വേണ്ടി ഞാൻ അതിന് പറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് കുഴയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. അങ്ങനെ പുട്ടുപൊടിയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ പുട്ടുണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കാം, സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ. ഇനി നമുക്ക് പുട്ടുകുടത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ അടിപൊളിയായി നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു ചിരട്ടപ്പുട്ടും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിരട്ടപ്പുട്ടും റെഡിയായി. അപ്പം കണ്ടില്ലേ, നമ്മുടെ അടിപൊളിയായിട്ട് നമുക്ക് അരി കുതിർത്ത് വെക്കണ്ട, വറക്കണ്ട, ഒന്നുമില്ല. പുട്ടുണ്ടാക്കുന്ന പണി ഈസിയായി. അടിപൊളി പുട്ടാണിത്, നല്ല സോഫ്റ്റുമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഈ പുട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ ബൈ.